അതിൻ്റെ ഒരു ഉപചോദ്യമായിട്ട്, അതായത് ക്രിസ്തുവിനെ ക്രൂശിൽ തറയ്ക്കപ്പെട്ടതെന്ന് പറഞ്ഞാൽ ആ ഇസ്രായേൽ പുരുഷാരത്തിൻ്റെ മൊത്തം സമൂഹത്തിൻ്റെ മുന്നിൽ വെച്ചാണ്. അന്ന് ക്രിസ്തു തന്നെ ക്രൂശിക്ക് തറയ്ക്കപ്പെട്ടു എന്ന് വ്യക്തമാണെന്ന് വിശുദ്ധ ബൈബിൾ പഠിപ്പിക്കുന്നത്. പുരുഷാരവും അന്നത്തെ ശതാധിപന്മാരും റോമാചന്ദ്രപതി പീലാത്തോസും ഹെറോദ്യ രാജാവും ഇവരുടെ എല്ലാവരുടെയും സാന്നിധ്യത്തിലും അന്നത്തെ സമകാലീന കാലത്തിലുള്ള എല്ലാവരും എന്നെ സാക്ഷ്യങ്ങളാണെന്ന് പറയപ്പെടുന്നു. ക്രിസ്തു തന്നെ ക്രൂശിക്കപ്പെട്ടു. ആ ക്രൂശിക്കപ്പെട്ട സമയത്ത് ജീവൻ വിടുന്ന സമയത്ത് ഭൂമി രണ്ടായിട്ട് പിളർന്നു, യെരുശലേം ദേവാലയത്തിലെ തിരശ്ശീല നടുക കീറി എന്ന് വിശുദ്ധ ബൈബിൾ വിശദമായി പഠിപ്പിക്കുന്നു. അത്രയും വലിയൊരു പുരുഷാരത്തിന് മുന്നിൽ വെച്ചാണ് ക്രിസ്തുവിനെ കുറിച്ച്. അപ്പോൾ ക്രിസ്തു തന്നെയാണ് ക്രൂശിതനായതെന്നുള്ളത് വ്യക്തമാണെന്ന് അതിൽ പറയുന്നു. അതുകൊണ്ടാണ് അപ്പം ഈ ഒരു തർക്കത്തിന് അവസരമില്ലല്ലോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അതായത് ക്രിസ്തു തന്നെയാണോ അതോ വേറൊരാളാണോ ക്രൂശിക്കപ്പെട്ടതെന്നുള്ളത്. അവിടെ യേശു തന്നെ ക്രൂശിക്കപ്പെട്ടു എന്ന് ബൈബിളിലെ 4 പുസ്തകങ്ങളും പറയുന്നുണ്ട്. പക്ഷേ നിങ്ങൾ ഈ പറയുന്ന വിശദീകരണങ്ങളുണ്ടല്ലോ, ഇത് 4 പുസ്തകങ്ങളിലുമില്ല. ഇപ്പം ശതാധിപന്മാരുടേത് കീറിയതുമായിട്ടുള്ള സംഭവങ്ങളെല്ലാം മത്തായിൻ്റെ സുവിശേഷത്തിൽ മാത്രമേ കാണാൻ പറ്റുള്ളൂ, ബാക്കി ഒന്നിലുമില്ല. അതേപോലെ ഇരുണ്ടുപോയതും ഭയങ്കര പ്രശ്നങ്ങളുണ്ടായതുമായ സംഭവങ്ങൾ മറ്റു ചില സുവിശേഷങ്ങളിലുള്ളൂ, ബാക്കിയുള്ളതിലില്ല. ഇതിൽ നിന്ന് തന്നെ ഈ വിശദീകരണത്തിൽ എക്സാജറേഷൻ കടന്നു കൂടിയിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഒരു അതിഭാവുകത്വം. ആ അതിഭാവുകത്വമാകട്ടെ യഥാർത്ഥത്തിൽ ഈ 4 സുവിശേഷങ്ങൾ AD 325 നിക്കിയ സുനഹദോസിന് ശേഷമാണ് തിരഞ്ഞെടുക്കപ്പെട്ട കാനോനികമായ സുവിശേഷങ്ങളാക്കി മാറ്റുന്നത്. 20ഓളം സുവിശേഷങ്ങൾ ഉണ്ടായിരുന്നു. ഈ 20ഓളം സുവിശേഷങ്ങളിൽ 4 സുവിശേഷങ്ങൾ മാത്രം സ്വീകരിക്കുവാനുള്ള മാനദണ്ഡം തന്നെ എന്തുകൊണ്ടാ? പൗലോസിന്റെ ക്രൂശീകരണത്തിലൂടെ കുരിശിൽ മരിച്ച അങ്ങനെ ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു എന്ന ആശയത്തെ സാധൂകരിക്കുന്ന സുവിശേഷങ്ങൾ മാത്രമാണ് സ്വീകരിച്ചത്. ബാക്കി 16 സുവിശേഷങ്ങളും തള്ളിക്കളയാണ് ചെയ്തത്. ആ 16 സുവിശേഷങ്ങളിൽ ഒന്നാണ്, തള്ളിക്കളഞ്ഞ സുവിശേഷങ്ങളിൽ ഒന്നാണ് ബർണബാസിന്റെ സുവിശേഷം. ആ ബർണബാസിന്റെ സുവിശേഷത്തിലാകട്ടെ യേശു വല്ല ക്രൂശിക്കപ്പെട്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ തള്ളിക്കളഞ്ഞ ബാക്കി സുവിശേഷങ്ങളിലും ഇതേപോലെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകണം. ഈ സ്വീകരിച്ച സുവിശേഷങ്ങളാകട്ടെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് സ്വീകരിച്ചത് തന്നെ? ക്രൂശീകരണം അംഗീകരിക്കുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ സുവിശേഷങ്ങൾ സ്വീകരിക്കപ്പെട്ടത് തന്നെ. ആ സുവിശേഷങ്ങളിൽ എല്ലാറ്റിനും ക്രൂശീകരണം അംഗീകരിക്കുന്നു എന്നത് പിന്നെ എങ്ങനെയാണ് ഒരു തെളിവായി പറയാ? 20 സാക്ഷികളിൽ 4 സാക്ഷികൾ എടുക്കുന്നതിന് എന്തിന്റെ അടിസ്ഥാനത്തിലാ? 4 പേരും ഒരേപോലെ ക്രൂശീകരിക്കപ്പെട്ടു എന്ന് സമ്മതിക്കുന്നു എന്നുള്ള അടിസ്ഥാനത്തിലാ. ബാക്കി 16 പേരും എന്താണ്? ക്രൂശീകരണത്തെ കുറിച്ച് പല അഭിപ്രായ വ്യത്യാസങ്ങളുള്ളവരാണ്. അവരെ മുഴുവനും തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. അപ്പൊ പിന്നെ ഈ ബാക്കിയുള്ള ആളുകളുടെ സാക്ഷ്യം യഥാർത്ഥത്തിൽ സ്വീകാര്യമല്ല. കാരണം ഈ 16 പേര് അതിനെതിരിൽ സാക്ഷി പറഞ്ഞ ആളുകളാണ്. ആ 16 പേരെയും തള്ളിക്കളഞ്ഞുകൊണ്ടാണ് 4 പേരെ പ്രത്യേകം സ്വീകരിച്ചത്. ആ 4 പേര് പറയുന്നതാകട്ടെ എന്താണ്? പുരുഷാരുണ്ടായിരുന്നു എന്ന് പറയാന്നല്ലാതെ വേറെ പുരുഷാരമൊന്നും തന്നെ ഇതിന് സാക്ഷ്യം വഹിച്ചതായിട്ട് കാണുന്നില്ല. ഈ 4 സുവിശേഷങ്ങളിലുള്ള സാക്ഷ്യമല്ലാതെ വേറെ ഏതെങ്കിലും ഒരു ഗ്രന്ഥത്തിൽ ഈ കാര്യം വിശദീകരിക്കപ്പെട്ട് നമുക്ക് കാണാനും കഴിയുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ക്രൂശീകരണം സംഭവിച്ചു എന്നതിന് ഈ 4 സുവിശേഷങ്ങളുടെ സാക്ഷ്യമല്ല. മാത്രമല്ല ഈ 4 പേരും പറയുന്നത് തമ്മിൽ ഒരുപാട് വൈരുദ്ധ്യങ്ങളുണ്ട് താനും. ഈ 4 പേരും തന്നെ പറയുന്നത് തമ്മിൽ ഒരുപാട് വൈരുദ്ധ്യമുണ്ട്. യേശുവിൻ്റെ അവസാനത്തെ സംസാരം എന്തായിരുന്നു എന്നത് വരെയുള്ള വൈരുദ്ധ്യമുണ്ട്. യേശു അവസാനമായി പറയുന്നത് ഏലി ഏലി ലമ്മാ ശബക്താനി, ദൈവമേ ദൈവമേ എന്നെ കൈവിട്ടത് എന്ത് എന്ന് പറഞ്ഞ് പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് യേശു ജീവൻ വെടിഞ്ഞതെന്ന് മത്തായി പറയുമ്പോൾ, സ്വസ്തി എല്ലാം സമാധിയായി എന്ന് പറഞ്ഞ് സമാധാനത്തോടെ തല ചായ്ച്ചുകൊണ്ടാണ് യേശുവിൻ്റെ ജീവൻ വെടിഞ്ഞത് എന്നാണ് യോഹന്നാൻ പറയുന്നത്. അപ്പൊ അവിടെ തന്നെ വൈരുദ്ധ്യമുണ്ട് താനും. എന്നാൽ ഈ 4 ആളും യേശു ക്രൂശീകരിക്കപ്പെട്ടു എന്ന് പറയുന്നുണ്ട്. ഈ 4 ആളെ സെലക്ട് ചെയ്തത് തന്നെ ക്രൂശീകരിക്കപ്പെട്ടു എന്ന് അംഗീകരിക്കുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ട് തന്നെ ആ സെലക്ഷന്റെ അടിസ്ഥാനത്തിൽ ഈ 4 പേരും ഒരേപോലെ പറയുന്നതെന്ന് പറഞ്ഞാൽ പിന്നെ അർത്ഥമില്ല. മനസ്സിലായില്ലേ? ഈ 4 പേരും പിന്നീട് ഒരേപോലെ പറയുന്നു എന്നതിൽ എന്തർത്ഥമാണുള്ളത്? കാരണം അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവരെ 4 പേരെയും സെലക്ട് ചെയ്ത് തന്നെ. ബാക്കി 16 പേർ ഇതിനെതിരിലുള്ളവരുണ്ടായിരുന്നു, അവരെ മുഴുവനും നശിപ്പിക്കുകയാണ് ചെയ്തത് എന്ന് നാം മനസ്സിലാക്കുക.